സോളാർ വയ്ക്കാൻ സ്വന്തമായി റൂഫ് ടോപ്പ് ഇല്ലാത്തവർ എന്താ ചെയ്യുക? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടേമാണ് വിർച്വൽ നെറ്റ് മീറ്ററിംഗ്. എന്താണ് വിർച്വൽ നെറ്റ് മീറ്ററിംഗ്? സിമ്പിളായി പറഞ്ഞാൽ ഒരു സോളാർ പ്ലാന്റ് റൂഫ് ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സ്പോർട്ട് യൂണിറ്റ്സ് മൾട്ടിപ്പിൾ ഓണേഴ്സിന്റെ KCB ബില്ലിൽ റിഡക്ഷൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു അപ്പാർട്ട്മെന്റിൽ 50 കിലോവാട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് കരുതുക. അവിടുത്തെ 10 ഫ്ലാറ്റ് ഓണേഴ്സിന് ഇത് ഷെയർ ചെയ്ത് അവരുടെ ബില്ലിൽ പ്രൊപ്പോർഷണൽ ആയിട്ട് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. മൾട്ടി ഫ്ലാറ്റ് ബിൽഡിംഗ്സിന് ഇൻഡിവിജ്വലി സോളാർ വയ്ക്കുന്ന അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ വെർച്വൽ നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത് അപ്പാർട്ട്മെന്റ്സിനും ഹൗസിംഗ് സൊസൈറ്റീസിനും ഒരു പ്രാക്ടിക്കൽ ആയിട്ടൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനാണ്. ഡ്രാഫ്റ്റ് റെഗുലേഷൻ പ്രകാരം 3 മുതൽ 5 കിലോവാട്ട് വരെയുള്ള സോളാർ വയ്ക്കുന്ന പുതിയ ഇൻഡിവിജ്വൽ ഓണേഴ്സിന് നെറ്റ് മീറ്ററിംഗ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കമ്പൽസറി ആയിട്ട് എനർജി സ്റ്റോറേജ് സിസ്റ്റം വയ്ക്കണം എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് വിർച്വൽ നെറ്റ് മീറ്ററിംഗിൽ 3 കിലോവാട്ടിന് മേലെ സോളാർ വയ്ക്കുന്ന ആൾക്കാർക്ക് 30% കമ്പൽസറി ആയി ബാറ്ററി സ്റ്റോറേജ് വെക്കണം എന്നുള്ള ഒരു പ്രൊവിഷൻ വന്നിട്ടുണ്ട്. അതായത് 50 കിലോവാട്ട് സോളാർ വെക്കുന്ന ആൾക്കാർ അതിൻ്റെ 30% ആയിട്ടുള്ള 15 കിലോവാട്ട് ബാറ്ററി ബാക്കപ്പ് നിർബന്ധമാണ്. എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറീസും ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ പറയുന്നുണ്ട്. അപ്പാർട്ട്മെന്റ്സ് ആൻഡ് റെസിഡൻസ് അസോസിയേഷൻസ്, സെയിം ഏരിയയിലുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫീസേഴ്സ്, ഗവൺമെന്റ് അല്ലെങ്കിൽ NGO സ്കീംസിലുള്ള ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ്, പിന്നെ അഗ്രികൾച്ചറൽ ഗ്രൂപ്പ്സ്. ഇവിടെ മൾട്ടിപ്പിൾ ഓണേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരു ലീഡ് പേഴ്സണെ നോമിനേറ്റ് ചെയ്യണം. KCB ആയിട്ടുള്ള ഫർദർ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഈ ലീഡ് ത്രൂ ആയിരിക്കും. വെർച്വൽ നെറ്റ് മീറ്ററിംഗിലൂടെ ഒരു കോമൺ സ്പേസിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഡയറക്റ്റായി ഇൻഡിവിജ്വൽസിൻ്റെ KCB ബില്ലിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ വെർച്വൽ നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത് അപ്പാർട്ട്മെന്റ്സിനും അല്ലെങ്കിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസിനും ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വെർച്വൽ നെറ്റ് മീറ്ററിംഗ് കേരളത്തിൽ ഈസി ആയിട്ട് അഡോപ്റ്റ് ആകുമോ, അതോ ബാറ്ററി റിക്വയർമെന്റും സെറ്റിൽമെന്റ് റൂൾസും കൺസ്യൂമേഴ്സിനെ ബുദ്ധിമുട്ടിലാക്കുമോ?